കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശബരിമലയിലും വൃക്ഷപ്രണാമം പ്രവർത്തനങ്ങളുമായി തണൽ പരിസ്ഥിതി കൂട്ടായ്മ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയ്ക്കായി മുറിച്ചുമാറ്റുന്ന മരങ്ങളോടുള്ള പ്രായശ്ചിത്തമായി ആരംഭിച്ച വൃക്ഷപ്രണാമം പ്രവർത്തനങ്ങളുമായി ശബരിമലയിലും തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മ പ്രവർത്തകർ. പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശബരിമല സന്നിധാനത്തും പമ്പാതീരത്തും രുദ്രാക്ഷ തൈകൾ നട്ടു. ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ അരുൺകുമാർ നമ്പൂതിരിക്കും രുദ്രാക്ഷ തൈ സമർപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിലും പ്രവർത്തകർ പങ്കുചേർന്നു. അയ്യപ്പന്റെ പൂങ്കാവനം പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് വർഷങ്ങളായി പ്ലാസ്റ്റിക് മുക്ത തീർത്ഥാടന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് സംഘടനയും പ്രവർത്തകരും പ്രാധാന്യം നൽകുന്നത്. തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനർ N അച്യുതാനന്ദൻ, സുജിത് നടുവട്ടം, N വിനയ്കുമാർ, N കാർത്തിക്, N വിപിൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശബരിമല സന്നിധാനത്ത് അന്നദാന മണ്ഡപത്തിന് മുൻപിൽ തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു രുദ്രാക്ഷ തൈ സമർപ്പിക്കുകയാണ്. 3 വർഷം മുൻപ് ഇവിടെ നട്ട കൃഷ്ണാലാണിത്. നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങളോട് പ്രായശ്ചിത്തമായിട്ട് തണൽ പരിസ്ഥിതി കൂട്ടായ്മ വൃക്ഷപ്രണാമം എന്നൊരു പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിലും ഒരു രുദ്രാക്ഷ തൈ നടുകയാണ്. കൂടാതെ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ അരുൺകുമാർ നമ്പൂതിരിക്ക് ഒരു രുദ്രാക്ഷ തൈ സമർപ്പിച്ചിരുന്നു. പമ്പയുടെ തീരത്തും ഒരു രുദ്രാക്ഷ തൈ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിസരം ശുചീകരിക്കുക കൂടിയുണ്ട്. നമ്മുടെ ഓരോ ശബരിമല യാത്രയിലും പ്ലാസ്റ്റിക് വിമുക്തമായാണ് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ശബരിമലയിലേക്ക് വരുന്നത്.